ധന്യ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് പിന്നാലെ ജയറാമും ബി.ജെ.പിയിലേക്ക് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ജയറാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ അറിയാം, ഇപ്പോൾ സിനിമയൊന്നും കുറവാണ്. ഇപ്പം മലയാളത്തിൽ സിനിമകൾ തന്നെ ഇല്ല. തെലുങ്കിലും തമിഴിലും ഒക്കെ ചെറിയ വേഷങ്ങളാണ് ലഭിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇനിയിപ്പം ഈ ഒരു കളം മാറി ചവിട്ടുന്ന ഒരു അവസ്ഥയാണോ? നമ്മൾ നേരത്തെ മോഹൻലാലിന്റെ ബി.ജെ.പി പ്രവേശനം ഉടൻ ഉണ്ടാകുമെന്നൊക്കെയുള്ള ചില വാർത്തകളൊക്കെ സ്ഥിരീകരിക്കാത്ത വിവരങ്ങളൊക്കെ പുറത്തു വന്നു. ആ സമയത്തും മോഹൻലാലിന്റെ മോദിയുമായിട്ടുള്ള അടുപ്പമൊക്കെ വലിയ ചർച്ചയായതാണ്. പക്ഷെ മോഹൻലാല് ഈ കള അറിഞ്ഞ് നിൽക്കാൻ അറിയാവുന്ന ആളായതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും തന്നെ രാഷ്ട്രീയം വെളിപ്പെടുത്തിയിട്ടില്ല. ഒരു ചായ്വ് ബി.ജെ.പിയോട് ആണെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും അതും അദ്ദേഹം വെളിപ്പെടുത്തി രംഗത്ത് വന്നിട്ടില്ല. ഇപ്പോ ഈ പെരുമ്പാവൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒരു കേരളത്തിലെ ഒരു ബംഗാളായി മാറുകയാണ് പെരുമ്പാവൂർ എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് SDP ഒരു മാർച്ചൊക്കെ അവിടെ സംഘടിപ്പിച്ചിരുന്നു. കോഴിക്കോട് താമരശ്ശേരിയിൽ മരണപ്പെട്ട 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പെരുമ്പാവൂരിലാണ് ഇവരൊരു മാർച്ച് സംഘടിപ്പിച്ചത്. അത്തരം ചില വാർത്തകളൊക്കെ വന്നപ്പോൾ ബി.ജെ.പി പെരുമ്പാവൂരിൽ കൃത്യമായ ഒരു സ്വാധീനം ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ കുറച്ചുകൂടി പ്രവർത്തന മേഖലയാക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരിക്കാം ചിലപ്പോൾ പെരുമ്പാവൂരുകാരനായ ജയറാമിനെ. പെരുമ്പാവൂരിലെ ആളുകൾക്ക് കുറച്ചുകൂടി സുപരിചിതനാണല്ലോ ജയറാം. അപ്പൊ അതുകൊണ്ട് ജയറാമിനെ ബി.ജെ.പിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ചിലപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയെ പെരുമ്പാവൂരിൽ നിന്ന് ജയറാം മത്സരിക്കുകയും ചെയ്യാം. എന്തായാലും അവിടെ SDP ആണ് കുറച്ചുകൂടി ശക്തിയായി പ്രവർത്തിച്ചു വരുന്ന. കാരണം അവർ ആളുകളെ കൂട്ടുന്നതൊക്കെ ബംഗാളികളുള്ളവരെ കൂട്ടിക്കൊണ്ടാണ് ഈ മാർച്ച് നടത്തുന്നതും ഈ പ്രതിഷേധ മാർച്ചൊക്കെ സംഘടിപ്പിക്കുന്നതും ഒക്കെ. അപ്പോൾ അതിനൊരു തടയിടാനും അവിടുത്തെ നാട്ടുകാരനായ ഒരാൾ, കാരണം അവിടെ ഉള്ളവർ പോലും അവിടെ വീടൊക്കെ വിറ്റ് വേറെ സ്ഥലങ്ങൾ അന്വേഷിച്ച് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ പെരുമ്പാവൂരിൽ. എവിടെ നോക്കിയാലും ബംഗാളികളെ കൊണ്ട് നിറഞ്ഞു. അന്യ സംസ്ഥാന തൊഴിലാളികൾ എത്ര പേരാണ് കേരളത്തിൽ വരുന്നത്, ഇവർ എന്തിനാണ് വരുന്നത്, ഇവർ തിരിച്ചു പോകുന്നുണ്ടോ, ഇതൊന്നും അന്വേഷിക്കാൻ ഇല്ല, ഒരു രേഖകളും ഇല്ല, ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, ഈരാറ്റുപേട്ടയൊക്കെ കേന്ദ്രീകരിച്ചാണ് ചില തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ ബി.ജെ.പിയിൽ വരുന്നുണ്ട് അദ്ദേഹം. അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ആളുകളെ കറക്റ്റ് ആയിട്ടുള്ള സ്ഥാനത്തൊക്കെ പ്ലേസ് ചെയ്ത് ബി.ജെ.പിയെ കുറച്ചുകൂടി ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് പ്രവർത്തന ശൈലി ജയറാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ജയറാം പലപ്പോഴും ഈ ക്ഷേത്രങ്ങളിൽ ചെണ്ട കൊട്ടുകയും അതോടൊപ്പം തന്നെ ശബരിമല മകരവിളക്ക് സമയത്തൊക്കെ ജയറാമിന്റെ ഒരു ഭക്തിയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതോടൊപ്പം ജയറാമിന് ഓരോ കാര്യത്തിന് കൃത്യമായ നിലപാടുകളുണ്ട്. കുടുംബത്തെ നന്നായിട്ട് നോക്കുന്നൊരു മനുഷ്യനാണ്. ഈ പലപ്പോഴും സിനിമാടന്മാരുടെ കുടുംബജീവിതം പരാജയമായിരിക്കും, പക്ഷേ ജയറാമും പാർവതിയും ഈ മകനും മകളും ഒക്കെ വളരെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ജയറാം. സ്വാഭാവികമായിട്ടും ജയറാമിന് ആ ഒരു സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ കിട്ടും, പ്രത്യേകിച്ച് ബി.ജെ.പിയുടെ ഇടയിൽ കിട്ടും. കാരണം ഒരു ഹിന്ദുത്വ രീതിയിൽ, അതായത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആനയെ ഇഷ്ടപ്പെടുന്നതും അങ്ങനെ ഒരു മനുഷ്യനാണ് ജയറാം. സ്വാഭാവികമായി സുരേഷ് ഗോപിയൊക്കെ പോലെ തന്നെ ജയറാമിനും ചില സവിശേഷതകളുണ്ട്, ജയറാമിൻ്റെതായ സവിശേഷതകളുണ്ട്. സിനിമ ലോകത്താണെങ്കിലും സിനിമയിൽ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളും ഒക്കെ തന്നെ കുടുംബ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന കഥാപാത്രങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അത് അദ്ദേഹം സംസാരിക്കുമ്പോഴും വളരെ രസകരമായിട്ടാണ് സംസാരിക്കുന്നത്. സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വലിയൊരു ഭാവിയുണ്ട്. പ്രത്യേകിച്ച് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിക്ക് ഈ പറഞ്ഞതുപോലെ ഇത്തരം SDP ഒക്കെ കൂടുതലുള്ള മേഖലകളിൽ ജയറാമിനെ കൊണ്ടുവന്നാൽ അത് നല്ല രീതിയിൽ ഫലം ചെയ്യും. ഈ പറഞ്ഞതുപോലെ ഇപ്പോ കോൺഗ്രസിലേക്ക് CPM-ലേക്ക് ആളുകൾ പോകുന്നില്ല, വരുന്നവരെല്ലാം ബി.ജെ.പിയിലേക്കാണ്. കാരണം ബി.ജെ.പി ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ അത് മാത്രമേ ഇനി രക്ഷയുള്ളൂ. കേരളത്തിൽ മാത്രമാണ് കുറച്ചൊരു പിന്നോട്ട് നിൽക്കുന്നത്. എങ്കിലും വോട്ടും ഷെയറും അതുമൊക്കെ അവർ വർദ്ധിപ്പിക്കുന്നുണ്ട്, നല്ല രീതിയിൽ അവർ മുന്നേറുന്നുണ്ട്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു മാറ്റം 2014 ശേഷം ഉണ്ടായി. അപ്പൊ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് പലരും ബി.ജെ.പിയിലോട്ട് തന്നെ വരുന്നതും ബി.ജെ.പി തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഇപ്പൊ ജയറാമിനെ പോലെ, സുരേഷ് ഗോപിയെ പോലെ പെട്ടെന്ന് വികാരാധീനനായി സംസാരിക്കുന്ന ഒരാളല്ല ജയറാം. വിനയവും ലാളിത്യവും ഒക്കെ കുറച്ച് കൂടുതലുള്ള ആളാണ് ജയറാം. അപ്പൊ ജയറാമിന്റെ ഉള്ളിൽ തന്നെ ഒരു രാഷ്ട്രീയക്കാരനുണ്ട് എന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നിൽക്കേണ്ടിടത്ത് നിൽക്കാനും സംസാരിക്കേണ്ടിടത്ത് സംസാരിക്കാനും ആളുകളെ കയ്യിലെടുക്കാനും ഒക്കെ ജയറാമിന് ഭയങ്കര കഴിവാണ്. അപ്പൊ സിനിമയിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും ഒരു ഗോസിപ്പുകളിലും പെടാതെ ഇത്രയും വർഷം പിടിച്ചു നിൽക്കാൻ പറ്റി. നന്നായി കുടുംബജീവിതം കൊണ്ടുപോകുന്നു. വന്ന മേഖലയിലെല്ലാം കഴിവ് തെളിയിച്ച് പോയ ഒരു നല്ല നടനാണ്. ഈ നടീനടന്മാരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ, അതായത് ആ സൗഹൃദ ബന്ധങ്ങൾ, നമ്മൾ ആ ഗുരുവായൂർ വെച്ച് അദ്ദേഹത്തിന്റെ മകളുടെ
വിവാഹ സമയത്ത് നമ്മളത് കണ്ടതാണ്. കാരണം മമ്മൂട്ടി ഉൾപ്പെടെ വന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവിടെ വരികയും അതോടൊപ്പം തന്നെ കമലഹാസനുമായിട്ട് അടുത്ത സൗഹൃദം, അതോടൊപ്പം തമിഴിൽ ജയറാം ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനങ്ങൾ തമിഴ്നാട്ടിൽ പ്രേക്ഷകർക്കിടയിൽ, അതോടെ മകനെ തമിഴ് സിനിമകളിലൊക്കെ അഭിനയിപ്പിക്കുക, അങ്ങനെ ജയറാം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ വലിയ സുഹൃത്ത് ബന്ധത്തിൻ്റെ ഉടമയാണ്. സുഹൃത്ത് ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിൽ വലിയ ഇതാണ്. പക്ഷേ അവരാദ്യം ഈ രാജസേനനുമായി മാത്രമാണ് ജയറാം ഒരു പ്രശ്നമുണ്ടായത്, അവർ തമ്മിൽ പിരിയേണ്ട ഒരു സാഹചര്യം വന്നത്. എന്നിരുന്നാൽ പോലും അവരിപ്പോഴും സുഹൃത്തുക്കൾ തന്നെയാണ്. അത് അന്നേരം ഉണ്ടായ ചില സാഹചര്യങ്ങളുടെ ഫലമായിട്ടുണ്ടായ പിണക്കങ്ങളാണ്. അതെ അതെ. പിന്നീട് ഈ ദിലീപ് വന്നതിന് ശേഷമാണ് ജയറാമിൻ്റെ അവസരങ്ങൾ കുറഞ്ഞു തുടങ്ങി. കാരണം ദിലീപ് കൂടുതൽ കുടുംബ ചിത്രങ്ങൾ ജയറാം ചെയ്തുകൊണ്ടിരുന്ന കഥാപാത്രങ്ങളിലേക്ക് ദിലീപ് എത്തിയതോടുകൂടിയാണ് ജയറാമിന് അവസരങ്ങൾ കുറഞ്ഞത്. അതേസമയം തന്നെ ജയറാം ഈ കുടുംബ ചിത്രങ്ങളിൽ നിന്ന് മാറി അവാർഡൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ചില അവാർഡ് സിനിമകൾ പോലെയുള്ള സിനിമകളിൽ അഭിനയിച്ചപ്പോഴേക്കും ദിലീപ് ഇവിടെ കൈയടക്കി കഴിഞ്ഞു. അങ്ങനെയാണ് ജയറാമിന് മലയാളത്തിൽ അവസരങ്ങൾ കുറഞ്ഞു പോയത്. ജയറാം ഈ പറഞ്ഞതുപോലെ ഒരു അപ്ഡേറ്റ് ചെയ്യാൻ ജയറാമിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രത്യേകത. അതായത് ആ ഒരു കാലഘട്ടത്തിനൊപ്പം തന്നെ നിന്നു, ന്യൂജനിനൊപ്പം ജയറാമിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അതാണ് ജയറാമിന് പറ്റിയൊരു പ്രശ്നം. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ജയറാം എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കും. ജയറാമിൻ്റെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെയൊക്കെ വിവാഹവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ചെണ്ടമേളം, പിന്നെ ശബരിമല മകരവിളക്ക് വരുമ്പോൾ ശബരിമലയിൽ പ്രാർത്ഥിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ജയറാം വാർത്തകൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അതോടൊപ്പം ജയറാമിൻ്റെ ഇൻ്റർവ്യൂകളും വളരെ ഇതാണ്. അതോടൊപ്പം തന്നെ ജയറാമും പാർവതി മക്കളും ഒക്കെ എവിടെ പോയാലും അത് വലിയ വാർത്തകളാണ്. അപ്പോൾ അതുകൊണ്ട് ജയറാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വീകാര്യനായ വ്യക്തിയാണ്. അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ധന്യ പറഞ്ഞതുപോലെ തന്നെ ആദ്യ കാലഘട്ടത്തിൽ കേരളത്തിൽ ബി ജെ പിയിലേക്ക് വരാൻ ആളുകൾ മടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ കൂടുതൽ പേർ വരികയാണ്. ഇനിയിപ്പോൾ ഒരുപക്ഷെ ഒരു മൂന്നാം പിണറായി സർക്കാരാണ് ഇനി അധികാരത്തിൽ വരുന്നതെങ്കിൽ സ്വാഭാവികം കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ബി ജെ പിയിലേക്ക് വരും. നമുക്കിപ്പോൾ ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കുറേ പേര് ബി ജെ പിയിലേക്ക് എത്തും. PS ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ സീറ്റ് നിഷേധിക്കപ്പെട്ടാൽ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യതയാണ് കേൾക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും, പിന്നെ KPCC പ്രസിഡന്റ് കെ സുധാകരൻ ഒക്കെ, അദ്ദേഹമൊക്കെ എപ്പോഴും അത്തരത്തില് ഈ പറഞ്ഞതുപോലെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു BJP ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 തവണ LDF സർക്കാർ തന്നെ വരുവാണെങ്കിൽ പിന്നെ കോൺഗ്രസിന് പിന്നെ ഇനി പിടിച്ചിരിക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും അവർക്ക് പല നേതാക്കൾക്കും BJP യിലേക്ക് പോകേണ്ട സാഹചര്യം എത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ BJP ഓരോ ദിവസം കഴിയുന്നതോറും കേരളത്തിൽ കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജയറാം വരുന്നത് BJP ക്ക് ഗുണം ചെയ്യും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടി വരും. സുരേഷ് ഗോപിക്ക് 3ാമത്തെ തവണ സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തോടെയാണ് തൃശ്ശൂരിലെ കൈപ്പിടിയിൽ ഒതുക്കിയത്. അതുപോലെ പെരുമ്പാവൂരിൽ ഇപ്പോഴും ജയറാമിനെ സ്നേഹിക്കുന്ന ജയറാമിന്റെ നാട്ടുകാരുണ്ട്. തീർച്ചയായിട്ടും ഒരു മാറ്റം അനിവാര്യമാണെന്ന് പെരുമ്പാവൂർ തീരുമാനിച്ചാൽ ജയറാം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരുമ്പാവൂരിലെ സ്ഥാനാർത്ഥിയാൽ അദ്ദേഹം വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് തന്നെ പറയാം.